ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കുറവാണ് കുട്ടികളുടെ എണ്ണത്തിൽ ജപ്പാനിൽ ഇപ്പോൾ കൂടുതലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. 125 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇത്തരത്തിലൊരു കുറവ് മുൻപ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 9 വർഷമായി ഇത്തരമൊരു സാഹചര്യം തടയാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഒന്നും തന്നെ ഫലവത്തായില്ല എന്നാണ് നിലവിലെ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ 2720 ജനുവരിയിൽ, അതായത് 695 വർഷങ്ങൾക്ക് ശേഷം ജപ്പാനിലെ കുട്ടികളുടെ എണ്ണം 1ലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജപ്പാൻ അവരുടെ ജനസംഖ്യാ കണക്കുകൾ ഈ അടുത്ത് പുറത്തുവിട്ടതോടെയാണ് ശരിക്കും ഞെട്ടിക്കുന്ന ഈ വിവരം പുറത്തു വന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ജപ്പാൻ ഒരു വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗമായേക്കാമെന്നുള്ള മുന്നറിയിപ്പും ജനസംഖ്യാ ശാസ്ത്ര വിദഗ്ധർ വെളിപ്പെടുത്തുന്നുണ്ട്. ജപ്പാന്റെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2024 വിദേശ പൗരന്മാർ ഉൾപ്പെടെ 7,20,988 കുഞ്ഞുങ്ങൾ മാത്രമേ രാജ്യത്തുണ്ടായിട്ടുള്ളൂ. 2023 ഇത് ഏകദേശം 7,58,631 ആയിരുന്നു. 2024 രാജ്യത്ത് 16,18,684 മരണങ്ങളായിരുന്നു പ്രധാനമായിട്ടും രേഖപ്പെടുത്തിയത്. മുൻ വർഷത്തെക്കാൾ 1.8% വർധനവുമാണിത്. കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുകയും മരണനിരക്ക് ഉയരുകയും ചെയ്തതാണ് യഥാർത്ഥത്തിൽ ജപ്പാന്റെ ജനസംഖ്യ തന്നെ തകരാൻ ഇടയാക്കിയതെന്ന് പറയാം. പുതിയ കുഞ്ഞ് ജനിക്കുമ്പോഴും 2 പേർ വീതം മരിക്കുകയാണ് രാജ്യത്ത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന്റെ ആദ്യഘട്ടം അവസാനിക്കുമ്പോൾ സ്ഥിരമായ വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിനുള്ള അടുത്ത ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഇല്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒക്ടോബർ 7 രാജ്യത്തിന്റെ തെക്കൻ ഭാഗത്ത് പാലസ്തീൻ സായുധ സംഘം ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച 15 മാസത്തിലധികം നീണ്ട യുദ്ധത്തിന് ശേഷം ശരിക്കും ജനുവരി 19 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരുന്നത്. താൽക്കാലികമായി വെടിനിർത്തലിന്റെ ഭാഗമായി ഹമാസ് 25 ബന്ദികളെ മോചിപ്പിക്കുകയും 8 പേരുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിന് തിരികെ നൽകുകയുമായിരുന്നു ചെയ്തത്. മാത്രമല്ല, ഇസ്രായേൽ ജയിലുകളിൽ തടവിലാക്കപ്പെട്ട നൂറുകണക്കിന് പാലസ്തീൻ തടവുകാരെ പാലസ്തീൻ കൈമാറുകയും ചെയ്യുകയുണ്ടായി. മാസങ്ങൾ നീണ്ട കടുത്ത ചർച്ചകൾക്ക് ശേഷം അമേരിക്ക, ഖത്തർ, ഈജിപ്ത് എന്നിവരുടെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തലിന്റെ 2ാം ഘട്ടം ഞായറാഴ്ചയാണ് ആരംഭിച്ചത്. ഗാസയിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ട ഡസൻ കണക്കിന് ബന്ദികളുടെ മോചനം ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അതേസമയം തന്നെ ഇസ്രായേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം വെടിനിർത്തലിന്റെ 2ാം ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി അദ്ദേഹം ഒരു പ്രതിനിധി സംഘത്തെ ഈജിപ്തിലേക്ക് അയച്ചതായിട്ടും പറയുന്നുണ്ട്. മുമ്പ് സമ്മതിച്ച ധാരണകൾ നടപ്പിലാക്കുന്നത് ഉറപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടയിൽ വെടിനിർത്തൽ കരാറിന്റെ അടുത്ത ഘട്ടങ്ങൾ ചർച്ച ചെയ്യുന്നതിനായുള്ള ബന്ധപ്പെട്ട കക്ഷികളുമായി തീവ്രവാദ ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഈജിപ്ഷ്യൻ സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ചർച്ചകൾക്കായി ഇസ്രായേൽ, ഖത്തർ, അമേരിക്ക പ്രതിനിധികൾ കെയ്റോയിൽ എത്തിയതായിട്ട് ഈജിപ്ത് സ്ഥിരീകരിക്കുകയും ചെയ്യുകയുണ്ടായി. പക്ഷേ ശനിയാഴ്ച പുലർച്ചെ വരെ സമവായത്തിന്റെ ലക്ഷണമോ ഈജിപ്ഷ്യൻ തലസ്ഥാനത്ത് ഹമാസ് പ്രതിനിധി സംഘത്തിന്റെ സാന്നിധ്യമോ ഉണ്ടായിരുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് പകരം ആദ്യഘട്ടത്തിന്റെ വിപുലീകരണത്തിലൂടെ കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ മുൻഗണനയെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തുറന്നു പറയുകയുണ്ടായി. യുദ്ധത്തിൽ കനത്ത നഷ്ടങ്ങൾ നേരിട്ടതിനു ശേഷം ഹമാസ് ആകട്ടെ 2ാം ഘട്ടം ആരംഭിക്കുന്നതിനായി ശക്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും യാതൊരു കാലതാമസവുമില്ലാതെ കരാറിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കാൻ ഇസ്രായേലിന് മേൽ ആഗോള സമ്മർദ്ദം ചെലുത്തുമെന്ന ആവശ്യവും ഹമാസ് ആവശ്യപ്പെടുകയുണ്ടായി. ഹമാസിന്റെ ആക്രമണത്തിൽ ബന്ദികളാക്കപ്പെട്ട 251 പേരിൽ 58 പേർ ഇപ്പോഴും ഗാസയിൽ തന്നെ തുടരുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതേസമയം തന്നെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ നിലനിൽക്കണം എന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറയുകയുണ്ടായി. മറ്റൊരു സുപ്രധാനപ്പെട്ട വാർത്ത എന്നത് തെക്കൻ സിറിയയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം വൻതോതിൽ വ്യോമാക്രമണം നടത്തിയതായ തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തുവരികയുണ്ടായി. സിറിയയിലെ കമാൻഡ് സെന്ററുകളും ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങളും ഉൾപ്പെടെ വിവിധ സൈനിക ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന നിലവിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സിറിയയുടെ തെക്കൻ ഭാഗത്തുള്ള സൈനിക ശക്തികളുടെയും സ്വത്തുക്കളുടെയും സാന്നിധ്യം ഇസ്രായേൽ പൗരന്മാർക്ക് ഭീഷണിയാണ്. ഇസ്രായേൽ രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് നേരെയുള്ള ഏതൊരു ഭീഷണിയും ഇല്ലാതാക്കുന്നതിനായി IDF പ്രവർത്തനം തുടരുമെന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹു വ്യോമാക്രമണത്തെ പിന്തുണച്ച പ്രസ്താവന നടത്തിയിരിക്കുന്നത്. സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും IDF നൽകിയിട്ടില്ല. സിറിയൻ തലസ്ഥാനത്തിന് തെക്കുള്ള 2 സൈനിക കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർത്തതായിട്ടാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും ഡമസ്കസിന് മുകളിലുള്ള യുദ്ധവിമാനങ്ങൾ പറന്നതായും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അസദിനെ പുറത്താക്കിയ അതേ ദിവസം തന്നെ 1974 മുതൽ നിലവിലുണ്ടായിരുന്ന തന്ത്രപ്രധാനമായ ഗോലാൻ കുന്നുകളിൽ ഇസ്രായേലിനെയും സിറിയൻ സൈന്യത്തെയും വേർതിരിക്കുന്ന ഐക്യരാഷ്ട്രസഭ പെട്രോളിംഗ് നടത്തുന്ന ഒരു ബഫർ സോണിലേക്ക് ഇസ്രായേൽ സൈന്യം അതിക്രമിച്ച് കയറുകയും ഉണ്ടായി. ഇസ്രായേലിന്റെ നടപടികളെയും സിറിയൻ പ്രദേശത്തേക്കുള്ള കടന്നുകയറ്റത്തെയും അപലപിച്ചുകൊണ്ട് അവരുടെ ആക്രമണവും നിയമലംഘനങ്ങളും നിർത്താൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ സിറിയ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ വിമത സംഘടനകളുടെ ആവശ്യങ്ങളെ മുഴുവനായി തള്ളിയിട്ടാണ് ഇസ്രായേൽ സിറിയയിൽ വ്യാപകമായ വ്യോമാക്രമണം കൂടുതലും നടത്തുന്നത്.